ഇവിടെ സംഭവിച്ച സംഗതികൾ എന്താണെന്ന് വിലയിരുത്തി നോക്കുമ്പോൾ ഏറ്റവും ദുഃഖകരമെന്ന ഒരു സംഗതിയോടുകൂടെ ഞാൻ തുടക്കം കുറിക്കുന്നത്, ഈ വിവരം അറിഞ്ഞ ഉടനെ കാസർഗോഡുള്ള എൻ്റെ IRW പ്രവർത്തകരും ബാംഗ്ലൂരിൽ നിന്നുള്ള എൻ്റെ IRW പ്രവർത്തകരും സ്ഥലത്തേക്ക് പുറപ്പെട്ടെങ്കിലും അവർക്ക് സൈറ്റിലെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് ദുഃഖകരമായി ആദ്യം എനിക്ക് പങ്കുവെക്കാനുള്ളത്. അവർക്ക് തിരിച്ചു പോരേണ്ടി വന്നു. അതാണ് ഏറ്റവും ദുഃഖകരമായ സംഗതി. അതുകൊണ്ട് ചേർത്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ള സംഗതി എന്താണ് എന്ന് വെച്ചാൽ, ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ NGOകളെ കൂടി സൈറ്റിലേക്ക് എത്തിക്കുകയാണെങ്കിൽ മാത്രമാണ് ഇത്തരം ദൗത്യ നിർവഹണത്തിൽ വളരെ ദ്രുതഗതിയിൽ നമുക്ക് ദൗത്യം നിർവഹിക്കാൻ കഴിയുക. ഇവിടെ മുഴുവൻ ആളുകളെയും അവർ തടഞ്ഞു വെച്ചു. നാട്ടുകാര് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ NGO പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തരമുള്ള ഒരു സംവിധാനത്തെയും അവിടേക്ക് പ്രവേശിപ്പിക്കാതെ ഉള്ള ഒരു സംഗതി അവിടെ ഉണ്ടായത് കൊണ്ടാണ് ഈ ദൗത്യത്തിൽ വൻ പരാജയം സംഭവിച്ചു പോയത് എന്നാണ് വിലയിരുത്തുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ പ്രദേശവാസികൾക്ക് മുൻഗണന കൊടുക്കണം. എല്ലാ പ്രദേശവാസികളെയും സ്ഥലത്തേക്ക് എത്തിക്കണം എന്നല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് നല്ല അറിവുള്ള ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടായിരിക്കണം, ഈ ദൗത്യം നിർവഹിക്കുമ്പോൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ NGOകൾ ഇത്തരം ദുരന്തമുഖത്ത് പരിചയമുള്ള വർക്ക് ചെയ്ത് പരിചയമുള്ള റെസ്ക്യൂ വർക്ക് ചെയ്ത് പരിചയമുള്ള NGO അംഗങ്ങളെ കൂടി അങ്ങോട്ട് പങ്കെടുപ്പിക്കുമ്പോൾ മാത്രമാണ് ഈ ദൗത്യം പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കഴിയുക. പോലീസിന്റെ കൂടെ, അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ കൂടെ, NDRFന്റെ കൂടെ ഈ സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സംഘങ്ങൾക്ക് കൂടി പ്രവേശനം കൊടുക്കുമ്പോൾ മാത്രമാണ് ഇത്തരം റെസ്ക്യൂ വർക്കുകൾക്ക് സ്പീഡും ദ്രുതഗതിയും ഉണ്ടായിത്തീരുക എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ ബഷീർ സർക്ക്, ഇവിടെ നോക്കൂ, ഈ NDRFും നേവി ടീമും എല്ലാം ആ പുഴയിൽ തെരച്ചിൽ നടത്തുകയാണ്. അപ്പോഴും കരസേന ഉൾപ്പെടെയുള്ള മറ്റ് സംവിധാനങ്ങൾ മുഴുവൻ ഈ ബന്ധുക്കളുടെയും, അതുപോലെ താങ്കളിപ്പോൾ സൂചിപ്പിച്ച NGO, ഇപ്പോൾ ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്നൊക്കെ പറയുന്നൊരു രക്ഷാപ്രവർത്തകരുണ്ട്, അദ്ദേഹത്തിൻ്റെയൊക്കെ അഭിപ്രായ പ്രകാരം ആ മണ്ണിൽ തന്നെ തെരച്ചിൽ നടത്തുകയും 90% മണ്ണും അവിടെ നീക്കുകയും ചെയ്തിട്ടും ലോറി കണ്ടെത്താനായിട്ടില്ല. അപ്പോൾ ജനകീയമായ പങ്കാളിത്തം ഓക്കെ, പക്ഷെ കുറെ കൂടി പ്രൊഫഷണലായ ടീം അത് ചെയ്യല്ലേ നല്ലത്? അതെ, തീർച്ചയായിട്ടും. ഇവിടെ കർണാടക സർക്കാരിനെ സംബന്ധിച്ച് പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു സംഗതി, അവിടെ കുറച്ച് അവധാനത സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ സംവിധാനങ്ങളൊക്കെ ഒരു 10 വർഷത്തിനുള്ളിലാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ അത് സ്പീഡോടുകൂടി വന്നിട്ടുള്ളത്. കർണാടകയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വലിയ ഒരു ദുരന്തം ഒരു 10 വർഷത്തിനുള്ളിൽ അവിടെ ദുരന്തം സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസിനും അവിടെയുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനും ഒക്കെ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ആശങ്കിച്ചു പോവുകയാണ്. അതുകൊണ്ട് ഭരണകൂടങ്ങളുടെ കയ്യിൽ, ഭരണ സംവിധാനം ആരാണോ നിർവഹിക്കുന്ന അവരുടെ കയ്യിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കുന്ന സമയത്തിൽ ഈ ദൗത്യം നിർവഹിക്കാൻ ആവശ്യമായ അത്യാധുനിക സംവിധാനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവണം. ഇപ്പോ നമ്മൾ ഇന്നലെ നടന്ന ഡിബേറ്റിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് 2 അടി താഴ്ചയുള്ള റഡാർ കിടക്കുന്ന ബോഡി കണ്ടെത്താൻ പറ്റുന്ന റഡാർ സംവിധാനം പോലും കയ്യിലുണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ആധുനിക സംവിധാനങ്ങൾ നമ്മുടെ ഭരണകൂടങ്ങളുടെ കയ്യിൽ തീർച്ചയായിട്ടും ഉണ്ടാകണമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോ നമ്മുടെ ഇന്ത്യയിലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെ തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും ഇത്തരം ദുരന്തങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ സംസ്ഥാനങ്ങളൊക്കെ ആധുനിക സംവിധാനങ്ങൾ അവരുടെ കയ്യിൽ കരുതണം, അത് വാങ്ങിച്ച് സൂക്ഷിക്കണം എന്നുകൂടി സന്ദർഭത്തിൽ ഉണർത്താൻ ആഗ്രഹിക്കുന്നു. ശരി ബഷീർ, ഞാൻ വരാം അങ്ങയിലേക്ക്.